ആ വോയിസും ഫ്രോഡാണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ കേൾക്കുന്ന ഓരോ വാർത്ത നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കില്ല. എന്നാലും എന്ത് പറഞ്ഞാലും രാഹുലിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാഹുൽജി ഒന്ന് രാജിവെക്കൂ, എന്നിട്ട് ബൈ ഇലക്ഷൻ വെക്കൂ. സെയിം എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അയാളടുത്ത് അങ്ങനത്തെ തെറ്റൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്ന അയാൾ നന്നായി വരട്ടെ. തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും. അങ്ങനെ അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ക്ഷമിച്ച് അയാളെ മുന്നോട്ട് കൊണ്ടുവരിക. അവൻ അത്ര വലിയ തെറ്റുള്ള കുട്ടിയല്ലേ, തെറ്റ് ചെയ്ത കുട്ടിയല്ലേ അത്. അയ്യോ, ഞങ്ങളൊന്നും തടയില്ല. ഞങ്ങളൊന്നും തടയേയില്ല, ഞങ്ങൾ കൊണ്ടുപോകും അവനെ. അല്ല, എല്ലാവരോടും നല്ല അഭിപ്രായമാണ്, പെരുമാറ്റം എല്ലാം. നമ്മുടെ അടുത്തൊക്കെ ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ചിരിച്ച് നന്നായിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്. അത് അവരിനി പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതാണോ നമുക്കറിയില്ല. നമ്മൾ സത്യസന്ധതയായിട്ട് പോകും മുന്നോട്ട്, അത്രയേ ഉള്ളൂ. ആ വോയിസും ഫ്രോഡാണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രാഹുൽ വീണ്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുക ജയിക്കും ഉറപ്പാണ്. അപ്പം പക്ഷേ നമ്മൾ കേൾക്കുന്ന അറിവല്ലേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരാളിനെ കണ്ടുള്ള അങ്ങനെയുള്ള പരിചയം ഇല്ലല്ലോ. അത് കേൾക്കുന്നതല്ലേ നമുക്കറിയാൻ പറ്റില്ല. നമ്മൾക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ കേൾക്കുന്ന ഓരോ വാർത്ത നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കില്ല. എന്നാലും ഇപ്പോൾ ഇലക്ഷനാകുമ്പോൾ അങ്ങനെ പലതും കുത്തിപ്പൊക്കി വരുമല്ലോ, വരാറുണ്ടല്ലോ. അതെല്ലാവരുടെ എല്ലാം എന്താ പറയുക, പാർട്ടിക്കായിട്ടും ഇതുണ്ട്. സ്ത്രീകൾ പല ആൾക്കാരും പലവിധമാണല്ലോ. അപ്പം നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വേണമെന്ന് വെച്ച് പറയുന്ന ആൾക്കാരുണ്ടാവുക, അല്ലാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ലേ അവരെ പറ്റിയിട്ട് അറിയാവും. ഒരു തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം നമ്മുടെ അടുത്തൊക്കെ നല്ല കാണുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഇതറിയില്ല. ഒരിക്കലും അങ്ങനെ തോന്നാൻ പറ്റില്ല. ഒന്നുമില്ല. നല്ലൊരു എം എൽ എ ആയിട്ടാ തോന്നുന്നു. അല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പലതും കേൾക്കുന്നുണ്ട്, നമ്മളതിനെ കുറിച്ച് സത്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്ത് പറഞ്ഞാലും രാഹുലിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാഹുൽജി ഒന്ന് രാജിവെക്കൂ, എന്നിട്ട് ബൈ ഇലക്ഷൻ വെക്കൂ. സെയിം എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ഇവിടെ BJP മതി, മോദിജി മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആളോട് വ്യക്തിപരമായിട്ടൊന്നും യാതൊരു അഭിപ്രായം പറയാനില്ല. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ആളോട് എനിക്ക് യാതൊന്നും വിരോധം അങ്ങനെയുള്ള ഒരാളല്ല. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ രാജിവെച്ചിട്ട് നമുക്കതിൽ നോക്കാമല്ലോ. ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ജനങ്ങൾക്കും അറിയുന്നത് തന്നെയാണ്. സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു പാർട്ടിയിലുണ്ട്, എനിക്ക് ആ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ആ സ്ഥാനം കൊടുക്കാതെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഒരു വിരോധം ഉണ്ടാവാം. അങ്ങനെയും വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ പാർട്ടിക്ക് ഉള്ളിലുള്ളവർക്ക് അവർക്ക് ആ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് വരുമ്പോൾ അവർക്കത് ചിലപ്പോൾ ഓക്കെ ദഹിക്കണം എന്നുണ്ടാവില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാലുവയ്പ് നടത്താം. കൊണ്ടുവന്ന എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ. പക്ഷേ വരുന്നു, പെട്ടെന്ന് ഇങ്ങനൊരു ആരോപണം വരുന്നു, എല്ലാവരും രാജിവെക്കണമെന്ന് പറയുന്നു. അയാളൊരു ചെറുപ്പക്കാരനല്ലേ, തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. അപ്പം അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലോ. അയാളടുത്ത് അങ്ങനത്തെ തെറ്റൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അയാൾ നന്നായി വരട്ടെ. രാജ്യമൊന്നും വെക്കണ്ട. അയാൾക്ക് ഇനി നല്ല ഭാവിയല്ലേ കിടക്കുന്നത്. എന്തിനാ രാജ്യം? അത് വരാൻ ജനങ്ങളെ ഒരാൾ നന്നാകുമ്പോൾ പലതും പറയും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അയാൾക്ക് ഇനി നല്ല നന്നാവാനുള്ള ഭാവിയുണ്ട്. അതൊരു കഷ്ടകാലം വരുമ്പോൾ എല്ലാവർക്കും, എനിക്കും വരും, എല്ലാവർക്കും വരും. തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും. അങ്ങനെ അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ക്ഷമിച്ച് അയാളെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലേ? അത്രേ ഉള്ളൂ. രാജ്യമൊന്നും വെക്കണ്ട. ഷാഫി പറമ്പിൽ എന്തിനാണ്? അയാൾ നല്ലൊരു മനുഷ്യനല്ല. അയാളെ കൊണ്ടുവന്ന ആളല്ല. അയാളത്തെ അങ്ങനത്തെ വൃത്തിയിട്ട പണിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയണം ജനങ്ങൾ. അപ്പം ഇന്നലെ കൃഷ്ണകുമാറിനെ എന്തൊക്കെ പറഞ്ഞു, അപ്പം എന്താണ് പറയാത്തത്? ഇതൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലേ പാരയാണ്, ഇല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അയാൾ അതിന് വേണ്ടിയിട്ട് ഇറക്കൊന്നും വേണ്ട. അയാൾ ഒരു നല്ല മനുഷ്യനാൾക്ക് നല്ല ഭാവിയുണ്ട്. അയാൾ നന്നായി വരട്ടെ. തോന്നുന്നുണ്ട്. അത് പറഞ്ഞാൽ അവൻ നമ്മള് ഒരു ജനപ്രതിയല്ലേ അവൻ. അപ്പൊ നമ്മുടെ ഇവിടെ വന്നവൻ ജയിച്ചു. അവനൊരു നല്ലൊരു കുട്ടിയാണെന്ന് തോന്നി, ഞങ്ങള് ജയിപ്പിച്ചു. ഇപ്പൊ അവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നഷ്ടമാണ് തോന്നുന്നുണ്ട്. അവൻ നല്ലൊരു വ്യക്തിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ നല്ലൊരു അഭിപ്രായത്തിൽ നിന്ന് അതിന്ന് അവൻ മോചനമായിട്ട് നമ്മൾ ഉപകാരി പറഞ്ഞാൽ ഞങ്ങളൊരു അമ്മമാരായി ഞങ്ങളെ കാണുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു തെറ്റായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ സാപ്പിപ്പറമ്പ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊരു മകനെ പോലെ തന്നെ, അതേപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളിലേക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഇവനെയും ഞങ്ങൾ കണക്കാക്കണം. അത് നല്ലൊരു രീതിയായിട്ട് വരട്ടെ. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയാണത്. ഒരിക്കലും അയ്യോ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല. ഞങ്ങളുടെ മക്കളെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല. ഞങ്ങളുടെ നാട്ടിലെ അവനൊരു അമ്മമാരെ പോലെയാണ് ആ രണ്ട് മക്കളും. ഞങ്ങളുടെ വീട്ടുകളിലൊക്കെ വന്ന് ഞങ്ങളോട് നല്ലോണം
പെരുമാറുന്ന ഒരു കുട്ടിയാണ് അവർ. ആ ആരോപണം ഉള്ളതൊക്കെ സത്യമാക്കാനല്ലേ നമ്മൾ എല്ലാ പിന്തുണയും ഉണ്ടാവും. കരുതിക്കൂട്ടിയിട്ട് കുറ്റക്കാരനായതാണോ അതാണ് എനിക്ക് സംശയം. നല്ല മനുഷ്യനാണ്. ആൾക്കാർക്കൊക്കെ ഓരോ പഞ്ചായത്തുകളിലൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും ശത്രുക്കൾ കരുതിക്കൂട്ടി എന്തെങ്കിലും ചെയ്താണോ, അങ്ങനെ കഷ്ടത്തിലാക്കാൻ ചെയ്താണോ എന്ന് സംശയം. രാജി വയ്ക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഭാവിയുള്ളൊരു ചെറുപ്പക്കാരൻ, ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു മനുഷ്യനല്ലയോ. അയാൾ നല്ല ജനങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങളൊക്കെ ചെയ്ത മനുഷ്യനാണ് വിശ്വസിക്കുന്നത്. എവിടെ വേണമെങ്കിൽ സത്യം ചെയ്യാവും, ചെയ്യൂല. കുട്ടി അങ്ങനെ മര്യാദയുള്ള ഒരു കുട്ടിയാണ്. എവിടെ കണ്ടാലും സന്തോഷം തന്നെ. എനിക്കൊക്കെ ഭയങ്കര വിഷമമായി. അങ്ങനെ രാജി വെക്കാനേ വാങ്ങില്ല. അവൻ അത്ര വല്ലാത്ത തെറ്റുള്ള കുട്ടിയല്ലേ, തെറ്റ് ചെയ്ത കുട്ടിയല്ല. അത് ചെയ്യാത്തൊരു കുട്ടീനെ നിരപരാധിയായി കുറ്റപ്പെടുത്തിക്കാണ്. നമുക്ക് നമ്മുടെ കുട്ടിൻ്റെ കാര്യം മാത്രം നമുക്ക് അറിയാൻ പോലെ. ആൾക്കാർ പലതും പറഞ്ഞ ആൾക്കാരിനൊക്കെ പറയുന്നതിനൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ടൊക്കെ അമ്മമാരെ പോലെ അല്ല, ജീവനങ്ങനെ കളയും. ഞങ്ങളെ കണ്ടങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുട്ടിയാണ്. എന്തെങ്കിലും കയറാണ്ടാക്കുന്ന അവര് ഇതിലിരുത്തന്നെ വേണം. ഒരിക്കലും ഇറക്കിയാലും കയറ്റിയിരുത്തണം. അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ എന്താന്നുള്ളത് മനസ്സിൽ തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ. അവർ ആൺകുട്ടികളല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും കുളുക്കിപ്പെടുത്തിയൊന്നും അറിയില്ല. ഇനി അവൻ മനഃപൂർവ്വം അവൻ ചെയ്തതൊന്നും നമുക്കറിയില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ സാറേ. സാറും കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിനെ അങ്ങനെ കൊണ്ട് കുടുക്കിൽ പഠിത്തണം പറഞ്ഞിട്ട് പഠിത്തിയിട്ടുണ്ടോയെന്നും അതും അറിയില്ല. ഇനി അവൻ മനഃപൂർവ്വം വേണം പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, അതും നമുക്കറിയില്ല. നല്ല കുട്ടിയാണ് അവൻ. ഞങ്ങൾക്ക് അവനെ കൊണ്ടുവരണ നല്ലൊരു കുട്ടിയാണ്. നമുക്ക് എന്തെങ്കിലും വേണം പറഞ്ഞ് തരേണ്ട ഒരു മകനാണ്. പക്ഷെ അതിപ്പോൾ അവൻ ഇല്ലാണ്ടായി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മുടെ പരിസരത്തേക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വല്ല കാര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞ് അവൻ വരും. നമ്മളെല്ലാ അമ്മമാരിനെയും, ഞങ്ങൾ തൊഴിലുറപ്പ് ചെയ്യുന്ന അമ്മമാരിനെ എല്ലാവരെയും കണ്ട് കൈ തന്നിട്ട് പോണ ഒരു മകനാണ്. ഇനിയിപ്പം എന്താന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ സാറേ. രാജിയൊന്നും വെക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. അയ്യോ, നമുക്കിപ്പോ ഇത്തിരി കാണണം അവനെ. അത്രയും നമ്മൾ കാണാൻ വേണ്ടിട്ട് ഒരുങ്ങിട്ടാ നിക്കണത്. രാഹുൽ മാങ്കൂട്ടൻ ഇവിടെ വന്നാൽ തടയുമെന്നൊക്കെയാണല്ലോ. അയ്യോ, ഞങ്ങളൊന്നും തടയില്ല. അപ്പോ ഞങ്ങളൊന്നും തടയേയില്ല. ഞങ്ങൾ കൊണ്ടുപോകും അവനെ. 71 വയസ്സായി. പച്ചക്കുട്ടി പെറ്റ മകനെ പോലെ പേരക്കുട്ടിൻ്റെ ഇതാണ്. ഞങ്ങൾ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ല. ആ കുട്ടീനെ അവൻ്റെ ജീവനാണ്. മനസ്സിലായി. എനിക്ക് മക്കളും കുട്ടികളൊന്നുമില്ല. അത് പെറ്റ മകനെ ഓരി കണക്കാക്കിയിട്ട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അതെന്നെ പറയുന്നത്. രാജിയൊന്നും വയ്ക്കണ്ട. നല്ലൊരാളാണ്. ഞങ്ങൾക്കൊക്കെ പറ്റിയ ഒരിത് നല്ലൊരു സാധനമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ രാജിയൊന്നും വയ്ക്കണ്ട. ഇത് എല്ലാവരുടെ അഭിപ്രായം അവന് രാജിവെക്കണ്ടെന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തിരിച്ച് MLA ആയിട്ട് തന്നെ വരണം. വരണം, അത്രയും ഉണ്ടോ. വിഷമം ഉണ്ടായിരുന്നു, മനസ്സിലേക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊരു വിഷമം വന്നാൽ എങ്ങനെ വേദനിക്കണം അതേപോലെ വേദനിച്ചത് തന്നെയാണ്. സങ്കടമുണ്ട്. അവൻ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവനെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞത് തിരുത്തിയിട്ട് അവൻ ഉയർത്തേൽ വരും. ഞങ്ങളിടയിൽ കൂടെ ഞങ്ങൾക്കും കൂടി അത്ര വയസ്സായ ആൾക്കാർക്ക് കൂടി ഒരു കയ്യേറാത്ത കുട്ടികളാണ്. അറിയാം, അങ്ങനത്തെ കുട്ടിക്കല്ലേ പോരാട്ട് വന്നത്. അതാ പറഞ്ഞവരും അവർ കാട്ടും. അയ്യേ, ഞങ്ങളെ എടുത്തു കൂടെ വരിക എന്നല്ല, ഞങ്ങൾക്കും കൂടി അവൻ കയ്യേ. അങ്ങനത്തെ കുട്ടിയാണ് അവൻ. ആ ചിറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവരെ കയ്യിലില്ല. അത്ര നല്ല കുട്ടിക്ക് ഇങ്ങനത്തെ ഇത് വന്നില്ലേ, അത് ദൈവം കണ്ടോട്ടെ. അവിടെ കൂടുക. സൂപ്പർ ആളല്ലേ. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ MLA ആയിട്ട് ജയിപ്പിച്ച ഒരു നഷ്ടമായിട്ട് കരുതുന്നുണ്ടോ? നഷ്ടമായിട്ട് ഒരിക്കലും കരുതുന്നില്ല. ഞങ്ങൾക്ക് പല ഉപകാരങ്ങളും ഞാനിവിടത്തെ അല്ല, ഞാൻ പുത്തനൂരത്തെയാണ്. ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് പല ഉപകാരവും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തരണം ചെയ്ത് നമ്മൾ ഒരാളിന് ഒന്നിനും അനുവദിക്കാൻ പാടില്ല. അത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ തെറ്റ് ചെയ്താൽ തന്നെയല്ലേ രാജിവെക്കേണ്ട ആവശ്യമുള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.